ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഡോക്ടർ അതിര IAS. നിങ്ങളെല്ലാവരും അഷ്ടാംഗ ഹൃദയം എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആയുർവേദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അഷ്ടാംഗ ഹൃദയം പഠിക്കുവാനുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കും ഒട്ടും സുപരിചിതമായിരിക്കില്ല എന്താണ് ഈ അഷ്ടാംഗ ഹൃദയത്തിലുള്ളത് എന്ന്. പക്ഷേ ക്രിസ്തുവർഷത്തിന് മുൻപ് രചിച്ച ഈ അഷ്ടാംഗ ഹൃദയത്തിൽ എന്തൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചികിത്സാ രീതികളും പണ്ട് കാലത്തെ രചിച്ചു വെച്ചതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടാതെ ഈ വീഡിയോ എല്ലാ ആയുർവേദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഈസിയും ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഷ്ടാംഗ ഹൃദയ സൂത്രസ്ഥാനത്തിലെ ചാപ്റ്റർ 1 ആയുഷ് കാമ്യ അധ്യായം, ദീർഘായുസിനായുള്ള ആഗ്രഹം എന്നാണ് അതിൻ്റെ മീനിങ്. രാഗാദിരോഗാൻ സദതാനുശക്താൻ അശേഷകായ പ്രസൃതാനശേഷാൻ ഔത്സുഖ്യമോഹാരദിദ്വാം ജതാൻ യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. അതായത് ശരീരത്തിൽ സ്ഥിരമായി തുടരുന്നതും ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതും അസ്വസ്ഥതയും മോഹവും ഉണ്ടാകുന്നതുമായ കാമം, ക്രോധം തുടങ്ങിയ എല്ലാ രോഗങ്ങളെയും വേരോടെ അറുത്തുമാറ്റിയ ആ അപൂർവ വൈദ്യന്, അതായത് ശ്രീ ധന്വന്തരി മൂർത്തിക്ക് എൻ്റെ നമസ്കാരം. അടുത്തത് ജീവിത ലക്ഷ്യവും ആയുർവേദ പഠനവും. പർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് എസെൻഷ്യൽ ക്വാളിറ്റി. ശ്ലോകം നോക്കാം. ആയുഃകാമയമാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദോപദേശേഷു വിധേയഃ പരമാദരഃ. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ദീർഘായുസ് അത്യാവശ്യമാണ്. അതിനാൽ ആയുർവേദ ഉപദേശങ്ങളെ പരമമായ ആദരവോടെയും അനുസരണയോടെയും സ്വീകരിക്കേണ്ടതാണ്. അടുത്തത് ആയുർവേദത്തിൻ്റെ ഉൽപ്പത്തി, അതായത് ഒറിജിൻ ഓഫ് ആയുർവേദ. ബ്രഹ്മ സ്മൃത്വ ആയുഷോ വേദം പ്രജാപതിം അജിഗ്രഹേത് അശ്വിനോ തൗ സഹസ്രാക്ഷം സോ അത്രിപുത്രാദിഗാൻ മുനി അഗ്നിവേശാദികാംസ്തേ ത്രൂ പൃഥക് തന്ത്രാണി തേനിരേ. അതായത് ബ്രഹ്മാവ് ആയുർവേദത്തെ സ്മരിച്ച് പ്രജാപതിയെ പഠിപ്പിച്ചു. പ്രജാപതി അത് അശ്വിനി കുമാരന്മാർക്കും അവർ ഇന്ദ്രനും ഉപദേശിച്ചു. ഇന്ദ്രൻ അത്രിമുനിയുടെ മകനായ ആത്രേയ പുനർവസുവിന് മറ്റ് ഋഷിമാർക്കും അത് പകർന്നു നൽകി. തുടർന്ന് അഗ്നിവേശൻ തുടങ്ങിയ ശിഷ്യന്മാർ അത് പഠിച്ച് വെവ്വേറെ ഗ്രന്ഥങ്ങൾ രചിച്ചു. നെക്സ്റ്റ് വൺ, ഫണ്ടസ് ഓഫ് അഷ്ടാംഗ ഹൃദയം, അതായത് അഷ്ടാംഗ ഹൃദയത്തിൻ്റെ അടിസ്ഥാനം. തേഭ്യോ അതിവിപ്ര കീർണേഭ്യഃ പ്രായഃ സാരദരോചയഃ ക്രിയതേ അഷ്ടാംഗ ഹൃദയം നാദി സംക്ഷേപ വിസ്തരം. അതായത് അളവറ്റതും വിപുലവുമായ ചിതറിക്കിടക്കുന്നതുമായ പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് സാരവത്തായ ആശയങ്ങൾ മാത്രം സമാഹരിച്ചാണ് അഷ്ടാംഗ ഹൃദയം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അധികം ചുരുങ്ങിയതുമല്ല, എന്നാൽ അമിതമായി വിവരിച്ചതുമല്ല. അടുത്തത് ആയുർവേദത്തിൻ്റെ 8 ശാഖകളെ കുറിച്ചാണ്. ബ്രാഞ്ചസ് ഓഫ് ആയുർവേദ. ശ്ലോകം നോക്കാം. കായ ബാല ഗ്രഹോ ഊർധ്വാംഗ ശല്യദംഷ്ട്ര ജരാ വൃഷാൻ അഷ്ടവങ്കാന് തസ്യാഹു ചികിത്സായേഷു സംസൃത. അതായത് ആയുർവേദ ചികിത്സ അധിഷ്ഠിതമായിരിക്കുന്നത് 8 പ്രധാന ശാഖകളാണ് പറയുന്നത്. ഒന്നാമത്തേത് കായ ചികിത്സ, അതായത് പൊതുവൈദ്യശാസ്ത്രം, ദാറ്റ് ഈസ് ജനറൽ മെഡിസിൻ. നെക്സ്റ്റ് വൺ ഈസ് ബാലചികിത്സ, അതായത് പീഡിയാട്രിക്സ്. ഗ്രഹചികിത്സ, അതായത് മാനസിക ആരോഗ്യ ചികിത്സ, സൈക്യാട്രി. നെക്സ്റ്റ് വൺ ഈസ് ഊർധ്വാംഗ ചികിത്സ, അതായത് ശിരോരോഗം, കണ്ണ്, മൂക്ക്, ചെവി, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളുടെ ചികിത്സ, ENT, ഒപ്താൽമോളജി, ഹെഡ് ആൻഡ് നെക്ക്. നെക്സ്റ്റ് വൺ ഈസ് ശല്യചികിത്സ, ശസ്ത്രക്രിയാ വിഭാഗം ഓർ സർജറി. അടുത്തത് ദംഷ്ട്ര ചികിത്സ, അതായത് വിഷചികിത്സ ഓർ ടോക്സിക്കോളജി. ദെൻ ജരാ ചികിത്സ, അതായത് വാർദ്ധക്യകാല രോഗ ചികിത്സ ഓർ രസായന ചികിത്സ, ജെറിയാട്രിക്സ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് വൃഷചികിത്സ, അതായത് വാജീകരണം, ആഫ്രോഡിയാസിക് തെറാപ്പി. അടുത്തത് ത്രിദോഷങ്ങൾ, ദാറ്റ് ഈസ് ത്രിദോഷ. ശ്ലോകം നോക്കാം. വായുപിത്തം കഫശ്ചേതി ത്രയോ ദോഷഃ സമാസദഃ വികൃത വികൃത ദേഹം നന്ദിത്തെ വർഷയന്തി ച. അതായത് വാദം, പിത്തം, കഫം എന്നിവയാണ് പ്രധാനപ്പെട്ട 3 ദോഷങ്ങൾ. ഈ ത്രിദോഷങ്ങൾ സമനിലയിലായിരിക്കുമ്പോൾ, അതായത് അവികൃതം, ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കുന്നു. എന്നാൽ ഇവയുടെ ബാലൻസ് തെറ്റുമ്പോൾ, വികൃതമാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവുകയും ശരീരം നശിക്കുകയോ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ത്രിദോഷങ്ങളുടെ സ്ഥാനവും സമയവും,
സ്പ്രെഡ് ഓഫ് ത്രിദോഷ ഇൻ ബോഡി, ഡേ ആൻഡ് ഏജ്. ശ്ലോകം നോക്കാം. തേ വ്യാപിനോ അഭിഹൃന്നാഭ്യോ അധോ മധ്യ ഊർധ്വ സംശ്രയഃ വായോ അഹോരാത്രി ഭുക്താനാം തേ അന്തമധ്യാദിഗാഹ ക്രമാത്. അതായത് ത്രിദോഷങ്ങൾ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്നത്. കഫം നെഞ്ചിന് മുകളിലോട്ടുള്ള ഭാഗം, പിത്തം നെഞ്ചിനും നാഭിക്കും ഇടയിലുള്ള ഭാഗം, വാതം നാഭിക്കും താഴോട്ടുള്ള ഭാഗമാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് ഫയേഴ്സ്, അതായത് ജഠരാഗ്നിയുടെ തലങ്ങൾ. ശ്ലോകം നോക്കാം. തൈർഭവേത് വിഷമഃ തീക്ഷ്ണോ മന്ദശ്ചാഗ്നി സമേഹി സമഃ. അതായത് ത്രിദോഷങ്ങളുടെ സ്വാധീനം കാരണം 4 തരത്തിലുള്ള അഗ്നി, അതായത് ദഹനശക്തി ഉണ്ടാകുന്നു. ഒന്നാമത്തേത് വിഷമാഗ്നി, അതായത് വാതദോഷത്തിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഉയർന്ന ദഹനശക്തിക്കും മറ്റു ചിലപ്പോൾ കുറഞ്ഞ ദഹനശക്തിയും ആയിരിക്കും. അടുത്തത് തീക്ഷ്ണാഗ്നി, പിത്തദോഷത്തിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ശക്തമായ വിശപ്പും പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള ശേഷിയും ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മന്ദാഗ്നി, കഫദോഷത്തിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. കുറഞ്ഞ ദഹനശക്തിയും വിശപ്പില്ലായ്മയും ഉണ്ടാകുന്നു. അടുത്തത് സമാഗ്നി, ത്രിദോഷങ്ങൾ സമനിലയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായ സമയത്ത് ദഹനവും ശരിയായ വിശപ്പും ലഭിക്കുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്സ് ഓർ ബവൽസ്. ശ്ലോകം നോക്കാം. ക്രോഷ്ടഃ ക്രൂരോ മൃദുർ മദ്യോ മദ്യഃ സ്വതൈഹി സമേരവി. അതായത് ദോഷങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ച് വയറിന്റെ അല്ലെങ്കിൽ കുടലിന്റെ സ്വഭാവം 3 തരത്തിലാണ്. ഒന്നാമത്തേത് ക്രൂരകോഷ്ടം, അതായത് വാതത്തിന്റെ സ്വാധീനം ദഹനം വൈകുകയും മലവിസർജനം പ്രയാസകരവും ക്രമരഹിതവുമാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് മൃദുകോഷ്ടം, പിത്തത്തിന്റെ സ്വാധീനം വളരെ എളുപ്പത്തിൽ ദഹനവും നടക്കും, പാൽ കുടിച്ചാൽ പോലും എളുപ്പത്തിൽ മലവിസർജനം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തത് മധ്യകോഷ്ടം, കഫത്തിന്റെ സ്വാധീനത്താലോ അല്ലെങ്കിൽ ദോഷങ്ങൾ സമനിലയിലാകുമ്പോഴോ ഉണ്ടാകുന്ന കൃത്യമായ സമയത്ത് ദഹനവും മലവിസർജനവും നടക്കും. അടുത്തത് ടൈപ്സ് ഓഫ് പ്രകൃതി, പ്രകൃതിയുടെ തലങ്ങൾ, ബോഡി ടൈപ്സ്. ശ്ലോകം നോക്കാം. ശുക്രാർത്തവൈസ്തൈ ജന്മാദൗ വിഷേനേവ വിഷക്രമേഹി തൈശ്ചഃ തിസ്രൈ പ്രകൃതയോ ഹീനമദ്യോത്തമഃ പൃഥക് സമധാതുഃ സമസ്താസു ശ്രേഷ്ഠ നിന്ദ്യ ദ്വിദോഷജഃ. അതായത് വിഷജീവികളിൽ വിഷം സ്വാഭാവികമായി ഉണ്ടാവുന്നത് പോലെ സ്ത്രീ പുരുഷ ബീജങ്ങളുടെ, അതായത് ശുക്ല ആർത്തവം അവസ്ഥയ്ക്കനുസരിച്ച് ഗർഭധാരണ സമയത്ത് തന്നെ ഒരു വ്യക്തി ശരീരപ്രകൃതി നിർണയപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് ഏകദോഷ പ്രകൃതി, അതായത് വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി. വാദപ്രകൃതി എന്നത് ഹീനം, കുറഞ്ഞത് എന്നാണ്. പിത്തപ്രകൃതി മധ്യമമാണ്. കഫപ്രകൃതി ഉത്തമവും മികച്ചതുമാണ്. അടുത്തത് സമധാതു പ്രകൃതി, അതായത് 3 ദോഷങ്ങളും സമനിലയിലുള്ള പ്രകൃതിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അടുത്തത് ദ്വിദോഷജ പ്രകൃതി, അതായത് 2 ദോഷങ്ങൾ ഒത്തുചേർന്നുണ്ടാകുന്ന പ്രകൃതി മോശമായി കരുതപ്പെടുന്നു. ത്രിദോഷങ്ങളുടെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാദത്തിന്റെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് വാദ. ശ്ലോകം. തത്ര രൂക്ഷോ ലഘുഃ ശീതഃ ഗരഃ സൂക്ഷ്മശ്ചലോ അനിലഃ. അതായത് അനില, അതായത് വാദം എന്ന ദോഷത്തിന് താഴെ പറയുന്ന 6 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് വരൾച്ച, ഡ്രൈനസ്. രണ്ടാമത്തേത് ഭാരമില്ലായ്മ, തണുപ്പ്, പരുപരുപ്പ്, സൂക്ഷ്മമായ വിടവുകളിലൂടെ സഞ്ചരിക്കുവാനുള്ള ശേഷി, ചലനാത്മകത, അതായത് മൂവ്മെന്റ്, മൈന്യൂട്ട്നെസ്, റഫ്നെസ്, കോൾഡ്നെസ്, ലൈറ്റ്നെസ് ആൻഡ് ഡ്രൈനെസ്. അടുത്തത് പിത്തത്തിന്റെ ഗുണങ്ങളാണ്, ക്വാളിറ്റീസ് ഓഫ് പിത്ത. പിത്തം സസ്നേഹ തീക്ഷ്ണോഷ്ണം ലഘു വിസ്രം സരംദ്രവം. അതായത് നേരിയ എണ്ണമയം, സ്ലൈറ്റ്ലി ഓയിലി, ആഴത്തിൽ തുളച്ചു കയറുന്ന സ്വഭാവം, പിയേഴ്സിംഗ് ഓർ ഷാർപ്നെസ്, ചൂട് ഹോട്ട്നെസ്, ലഘുത്വം ലൈറ്റ്നെസ്, ദുർഗന്ധം ബാഡ് സ്മെൽ, ഒഴുക്ക് ഓർ ചലനം ഫ്ലൂയിഡിറ്റി ഓർ മൂവ്മെന്റ്, ദ്രാവക രൂപം ലിക്വിഡിറ്റി. അടുത്തത് കഫത്തിന്റെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് കഫ. സ്നിഗ്ധഃ ശീതോ ഗുരുർമന്ദഃ ശ്ലക്ഷ്ണേഷ്ണോ മൃത്സനഃ സ്ഥിരഃ കഫഃ. അതായത് വഴുവഴുപ്പ് ഓർ ഓയിലി ഓർ ആൻഷ്യസ്, തണുപ്പ്, ഭാരം, മന്ദഗതി, മിനുസം, വഴുക്കലുള്ള സ്വഭാവം, സ്ഥിരത, that is immobility, stability, jelly like or slimy, smooth, viscous, heavy, cold and oily. 2 ദോഷങ്ങൾ ഒരേ സമയം കോപിക്കുന്നതിന് സംസർഗം എന്ന് പറയുന്നു.
3 ദോഷങ്ങളും ഒരേ സമയം കോപിക്കുന്നതിനെ സന്നിപാതം എന്ന് വിളിക്കുന്നു. ഇതാണ് സംസർഗവും സന്നിപാതവും. നെക്സ്റ്റ് വൺ, സപ്തധാതുക്കളും മലങ്ങളും, അതായത് ബോഡി ടിഷ്യൂസ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ശ്ലോകം നോക്കാം. രസ അസൃക് മാംസമേധോ അസ്ഥി മജ്ജ ശുക്രാണി ധാതവഃ സപ്തദൂഷ്യ മലാഹ മൂത്രശകൃത് സ്വേദാദയോരവീച. അതായത് ദോഷങ്ങളാൽ മലിനമാകപ്പെടുന്നതുകൊണ്ട് ശരീരധാതുക്കൾ ദൂഷ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 7 ധാതുക്കളാണ് ഉള്ളത്, അതായത് ബോഡി ടിഷ്യൂ. രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ല. അടുത്തത് പ്രധാന മലങ്ങൾ, അതായത് വേസ്റ്റ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. മൂത്രം, ശകൃത് അതായത് ഫീക്കസ് ഓർ സ്റ്റൂൾ, സ്വേദം അതായത് സ്വെറ്റ് എന്നിവയാണ് ശരീരത്തിലെ പ്രധാന മലങ്ങളെന്നും അഷ്ടാംഗ ഹൃദയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തത് ദോഷങ്ങളുടെ വൃദ്ധിയും ക്ഷയവും. നേച്ചർ ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ശ്ലോകം നോക്കാം. വൃദ്ധിഹി സമാനൈഹി സർവേഷാം വിപരീതൈഹി വിപര്യഃ. അതായത് തുല്യമായ ഗുണങ്ങളുള്ള പദാർത്ഥങ്ങൾ കഴിക്കുകയോ അവസ്ഥകളിലൂടെയോ കടന്നു പോവുകയോ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ശരീരത്തിൽ വർദ്ധിക്കുന്നു. എന്നാൽ വിപരീത ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രൂക്ഷ ഗുണമുള്ള വാദമുള്ള വ്യക്തി വരണ്ട കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ വാദം വർദ്ധിക്കും. എന്നാൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് പോലെയുള്ള വിപരീത ഗുണങ്ങൾ ചെയ്യുമ്പോൾ വാദം കുറയുകയും ചെയ്യും. അടുത്തത് ഷഡ്രസ, 6 ടേസ്റ്റസിനെ കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം നോക്കാം. രസഃ സ്വാദു അമ്ല ലവണ തിക്തോക്ഷ്ണ കഷായഃ ഷഡ്ദ്രവ്യമാശ്രിതാസ്തേ ച യഥാപൂർവം ബലാവഹ. അതായത് ഭക്ഷണത്തിലും ഔഷധങ്ങളിലൂടെയും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 6 രസങ്ങൾ, അതായത് 6 രുചികളാണ് താഴെ പറയുന്നവ. സ്വാദു മധുരം, അമ്ല പുളി, ലവണ ഉപ്പ്, തിക്ത കയ്പ്, ഉഷ്ണ എരിവ്, കഷായ ചുവർപ്പ് ഓർ ആസ്ട്രിങ്ജന്റ്, അതായത് സ്വീറ്റ്, സോർ, സാൾട്ട്, ബട്ടർ, പങ്ചന്റ് ആൻഡ് ആസ്ട്രിങ്ജന്റ്. ഈ രസങ്ങളിൽ ആദ്യത്തേത് മധുരം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ബലം നൽകുന്നതാണ്. വൈരിസംക്രമത്തിൽ പോകുന്തോറും മധുരത്തിൽ നിന്നും ചുവർപ്പിലേക്ക് അവ നൽകുന്ന ബലവും ഊർജവും കുറഞ്ഞു വരുന്നു. രസങ്ങൾക്ക് ത്രിദോഷങ്ങളിലുള്ള സ്വാധീനം. എഫക്ട്സ് ഓഫ് ടേസ്റ്റ് ഓൺ ത്രിദോഷ. ശ്ലോകം. തത്രാദേ മാരുതം നന്ദിത്രേഹ തിക്താദേഹ കഫം കഷായ തിക്ത മധുരഹ പിത്തമന്യേതു കുർവതേ. അതായത് വാദത്തെ ശമിപ്പിക്കുന്നവ. ആദ്യത്തെ 3 രസങ്ങൾ വാദദോഷത്തെ ശമിപ്പിക്കുന്നു. മധുരം, ഉപ്പ്, പുളി. അടുത്തത് അവസാനത്തെ 3 രസങ്ങൾ, അതായത് കയ്പ്, എരിവ്, ചവർപ്പ് കഫദോഷത്തെ ശമിപ്പിക്കുന്നു. എന്നാൽ ഇവ വാദത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചവർപ്പ്, കയ്പ്, മധുരം എന്നീ രസങ്ങൾ പിത്തദോഷത്തെ ശമിപ്പിക്കുന്നു. ബാക്കിയുള്ള രസങ്ങൾ പുളി, ഉപ്പ്, എരിവ് പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് 20 ഗുണങ്ങൾ, 20 ടൈപ്സ് ഓഫ് ക്വാളിറ്റീസ്. ഗുരു മന്ദ ഹിമ സ്നിഗ്ധ ശ്ലക്ഷണ സാന്ദ്ര മൃദു സ്ഥിരഃ ഗുണഃ സൂക്ഷ്മ വിജാതഃ വിംശതിഃ സ വിപര്യഃ. അതായത് ആയുർവേദത്തിൽ പദാർത്ഥങ്ങളുടെയും ശരീരത്തിൻ്റെയും 20 പ്രധാന ഗുണങ്ങളെ 10 വിപരീത ജോഡികളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഗുരു, അതായത് ഭാരം. ഗുരുവിൻ്റെ ബാക്കി ലഘു, ഭാരമില്ലാത്തത്. മന്ദ, തീക്ഷ്ണ, അതായത് മന്ദഗതി, അല്ലെ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് വേഗത. ഹിമ, ഉഷ്ണ, തണുപ്പ്, ചൂട്. സ്നിഗ്ധ, രൂക്ഷ, എണ്ണമയവും വരൾച്ചയും. ശ്ലക്ഷ്ണ, ഖര, മിനുസവും പരിപരുപ്പും. സാന്ദ്ര, ദ്രവ, അതായത് ഘനവും ദ്രാവക രൂപവും. മൃദു, കഠിന, അതായത് മൃദുത്വവും കഠിനവും. സ്ഥിര ആൻഡ് ചല, അതായത് സ്ഥിരതയുള്ളതും ചലനമുള്ളതും. സൂക്ഷ്മ, സ്ഥൂല, അതായത് സൂക്ഷ്മം ചെറുതും സ്ഥൂല വലുതും. വിഷാദ, വഴുവഴുപ്പില്ലാത്തത്. ഓർ അതിൻ്റെ ഓപ്പോസിറ്റ് പിച്ചല, വഴുവഴുപ്പ് ഉള്ളത്. അടുത്തത് രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാരണം. കോസസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ശ്ലോകം നോക്കാം. കാലാർത്ഥ കർമ്മണാം യോഗി ഹീനമിത്യാദി മാതൃകാഃ സമ്യഗ്രോഗ്രശ്ച വിജ്ഞേയോ രോഗാരോഗീക കാരണം. അതായത് കാലം, ടൈം ഓർ സീസൺ, അർത്ഥം, സെൻസ് ഒബ്ജക്ട്സ്, പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, കർമ്മം, ആക്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് എന്നിവയുടെ ഹീനയോഗം, അതായത് കുറഞ്ഞ ഉപയോഗം, തെറ്റായ അനുചിതമായ ഉപയോഗം, അമിതമായ ഉപയോഗം എന്നിവയാണ് രോഗങ്ങൾക്ക് കാരണം.
എന്നാൽ ഇവ മൂന്നിൻ്റെയും സമ്യഗ്രാഹ്യം, അതായത് ശരിയായതും ബാലൻസ് ആയതുമായിട്ടുള്ള ഉപയോഗം ആണ് ആരോഗ്യത്തിനുള്ള അടിസ്ഥാന കാരണവും. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നിർവചനം. ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. രോഗസ്തു ദോഷ വൈഷമ്യം ദോഷസാമ്യം ആരോഗ്യതഃ. അതായത് ശരീരത്തിലെ ദോഷങ്ങളുടെ, അതായത് വാതപിത്ത കഫം സമനില തെറ്റുന്ന അവസ്ഥയാണ് രോഗം. ദോഷങ്ങൾ സമനിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഡിസീസ്. നിജാഗന്ധ വിഭാഗേന തത്ര രോഗ ദ്വിവിധാസ്മൃതാഃ. അതായത് രോഗങ്ങൾ പ്രധാനമായും 2 തരത്തിലാണ്: നിജരോഗം, ആഗന്തുരോഗം. നിജരോഗം എന്നാൽ ശരീരത്തിനുള്ളിലെ ദോഷകോപം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ. ഉദാഹരണത്തിന് അമിത ചൂടുള്ള ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ. ആഗന്തുരോഗം എന്നാൽ ബാഹ്യകാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ. ഉദാഹരണത്തിന് മുറിവുകൾ, അപകടങ്ങളെല്ലാം. അടുത്തത് മാനസിക ദോഷങ്ങൾ. ടൈപ്സ് ഓഫ് മെന്റൽ ദോഷാസ്. ശ്ലോകം നോക്കാം. തേഷാം കായമനോദ്വേദ അധിഷ്ഠാനമപി ദ്വിവിധാര ജസ്തശ്ചമശ്ച മനസോ ദ്വൗ ച ദോഷാവുദാ ഹൃദയവും. ശരീരത്തിലുള്ളതുപോലെ മനസ്സിലും 2 ദോഷങ്ങളുണ്ട്: രജസ് ആൻഡ് തമസ്. നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മാനസിക ഗുണം. തമസ് എന്ന് പറഞ്ഞാൽ അലസതയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും നയിക്കുന്ന ഗുണം. അടുത്തത് രോഗി പരിശോധന. ഹൗ ടു ടെസ്റ്റ് പേഷ്യന്റ്. ശ്ലോകം. ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷേത ച രോഗിണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം, ഒരു രോഗിയെ 3 മാർഗങ്ങളിലൂടെ പരിശോധിക്കണം. ദർശനം, കണ്ടു മനസ്സിലാകുക, ഒബ്സർവേഷൻ ഓർ ഇൻസ്പെക്ഷൻ. അടുത്തത് സ്പർശനം, തൊട്ട് പരിശോധിക്കുക, പാൽപേഷൻ ഓർ ടച്ച്. അടുത്തത് പ്രശ്നം, അതായത് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ അറിയുക, ക്വസ്റ്റ്യനിങ്. അടുത്തത് രോഗനിർണയം, എക്സാമിനേഷൻ ഓഫ് ഡിസീസ്. പഞ്ചനിധാന. ശ്ലോകം. രോഗം നിദാന പ്രാഗ്രൂപ ലക്ഷണോപശയാപ്തിഭിഹി. അതായത് ഒരു രോഗത്തെ സമഗ്രമായി അറിയാൻ താഴെ പറയുന്ന 5 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്നാമത്തേത് നിദാന, അതായത് രോഗകാരണം, കോസ്. അടുത്തത് പൂർവ്വരൂപം, അതായത് രോഗം വരുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങൾ, എയർലി സൈൻസ്. അടുത്തത് ലക്ഷണം, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഓർ സിംറ്റംസ്. 4-ാമത്തേത് ഉപശയം, അതായത് രോഗം നിർണ്ണയിക്കുവാനുള്ള ചികിത്സാ പരീക്ഷണം, ഡയഗ്നോസ്റ്റിക് ട്രയൽ. 5-ാമത്തേത് സംപ്രാപ്തി, അതായത് രോഗം ശരീരത്തിൽ വികസിച്ചു വന്ന വഴി, പാത്തോജനസിസ്. അടുത്തത് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്. ശ്ലോകം നോക്കാം. ഭൂമിദേഹ പ്രഭേദേന ദേശമാഹുരിഹ ദ്വിവിധാജാംഗലം വാദഭൂയിഷ്ടമാനുപം തു കഫോൽബനം സാധാരണ സമമലം ത്രിത ഭൂദേശ മാദിശേത്. അതിൻ്റെ അർത്ഥം, ദേഹം, ശരീരം, വാസസ്ഥലം എന്നിങ്ങനെ ദേശം 2 തരത്തിലുണ്ട്. ഇതിൽ ഭൂമിദേശം 3 വിഭാഗങ്ങളാണ്. അതായത് ജാംഗലദേശ, വാതദോഷം കൂടുതലുള്ള വരണ്ട പ്രദേശം. അടുത്തത് അനൂപദേശ, കഫദോഷം കൂടുതലുള്ള ജലാശയവും പച്ചപ്പുമുള്ള പ്രദേശം. അടുത്തത് സാധാരണ ദേശം, അതായത് 3 ദോഷങ്ങളും സമനിലയിൽ നിൽക്കുന്ന മിതമായ പ്രദേശം, മോഡറേറ്റ്. നെക്സ്റ്റ് വൺ, കാലത്തിൻ്റെ തലങ്ങൾ, കൈൻഡ്സ് ഓഫ് ടൈം. ക്ഷണാദിത്യാദ്യസ്ത ച കാലോ ഭോഷജ യോഗ കൃത്. അതായത് ആയുർവേദത്തിൽ ചികിത്സയ്ക്കും ഔഷധ പ്രയോഗത്തിനും കാലത്തെ 2 രീതിയിൽ പരിഗണിക്കുന്നു. ഒന്നാമത്തേത് നിത്യകാലം, ക്ഷണം, സമയം, ഋതുക്കൾ, വർഷം തുടങ്ങിയ സ്വാഭാവിക സമയ വ്യതിയാനങ്ങളാണിവ. അടുത്തത് ആവസ്ഥിക കാലം, രോഗിയുടെ അവസ്ഥയും രോഗത്തിൻ്റെ ഘട്ടങ്ങളും അനുസരിച്ചുള്ള സമയമാണ് ഇവ. അടുത്തത് ഔഷധങ്ങളുടെ തലങ്ങൾ, ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആൻഡ് തെറാപ്പീസ്. ശ്ലോകം. ശോധനം ശമനം ചേതി സമാസാത് ഔഷധം ദ്വിജാം ശരീരജാനാം ദോഷാണാം ക്രമേണ പരമൗഷധം ബസ്തിഹി വിരേഗോ വമനം തഥാ തൈലം ഘൃത മധുഹു. അതായത് ചികിത്സാ രീതികളെ ചുരുക്കത്തിൽ 2ആയി തിരിക്കാം. ഒന്നാമത്തേത് ശോധനം, 2-ാമത്തേത് ശമനം. ശോധന ചികിത്സ എന്നാൽ കോപിച്ച ദോഷങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന ചികിത്സയാണ്. ശമന ചികിത്സ ദോഷങ്ങളെ പുറന്തള്ളാതെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ശാന്തമാക്കുന്ന ചികിത്സയാണിവ. ത്രിദോഷങ്ങൾക്കുള്ള പ്രധാന ശോധന ശമന ഔഷധങ്ങൾ നോക്കാം. വാദത്തിന്, അതായത് ബസ്തി ആണ് പരമമായ ശോധന ചികിത്സ, തൈലമാണ് ശമന ഔഷധം.
പിത്തത്തിന് വിരേചനം വയറിളക്കലാണ് ശോധന ചികിത്സ. ഘൃതം നെയ്യാണ് ശമനൌഷധം. കഫത്തിന് വമനം അതായത് ഛർദ്ദിപ്പിക്കലാണ് ശോധന ചികിത്സ. മധു തേനാണ് ശമനൌഷധം. മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇംബാലൻസ്. ശ്ലോകം: ധൈര്യാത്മാദി വിജ്ഞാനം മനോദോഷൗദം പരം. അതായത് മാനസിക ദോഷങ്ങളായ രജസിനെയും തമസിനെയും ശമിപ്പിക്കുവാനുള്ള ഏറ്റവും മികച്ച ഔഷധങ്ങളാണ് ഈ പറയുന്നവ. ബുദ്ധിയുള്ള വിവേചന ശേഷിയും വളർത്തുക. അടുത്തത് ധൈര്യം, മനസ്സിന് ധൈര്യവും സഹിഷ്ണുതയും ഉണ്ടാവുക. അടുത്തത് ആത്മവിജ്ഞാന, ആത്മാവിനെയും സ്വയം പ്രകൃതിയെയും കുറിച്ചുള്ള യഥാർത്ഥവും അറിവും ബോധ്യവും നേടുക. അടുത്തത് ചികിത്സ ചതുഷ്പാദം, 16 ഫാക്ടേഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഭിഷക് ദ്രവ്യാണ ഉപസ്ഥ രോഗീപാദ ചതുഷ്ടയം ചികിത്സസ്യ നിർദ്ദിഷ്ടം പ്രത്യേകം ചതുർഗുണം. അതായത് ചികിത്സ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് 4 പ്രധാന ഘടകങ്ങൾ ഉണ്ട്. അതാണ് ചികിത്സാ ചതുഷ്പാദം. ഭിഷക് ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ. രണ്ടാമത്തേത് ദ്രവ്യം ഔഷധങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ വേണം. മൂന്നാമത്തേത് ഉപസ്ഥാത രോഗിയെ പരിചരിക്കുന്നയാൾ അല്ലെങ്കിൽ നേഴ്സ്. നാലാമത്തേത് രോഗി രോഗബാധിതനായൊരു വ്യക്തിയും വേണം. ഈ 4 ഘടകങ്ങൾക്കും 4 വീതം നന്മകൾ അതായത് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ആകെ മൊത്തം 16 ഗുണങ്ങൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ശ്ലോകം. അടുത്തത് വൈദ്യാഭ്യാസന ഗുണങ്ങൾ, അതായത് ക്വാളിറ്റീസ് ഓഫ് ദ ഡോക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 16 ക്വാളിറ്റീസ് ഉണ്ടെന്ന്. അതിനകത്ത് ഡോക്ടറുടെ ക്വാളിറ്റീസ് എന്തെല്ലാം വേണം നമുക്ക് നോക്കാം. ദശഃ തീർത്ഥാർത്ഥ ശാസ്ത്രേഭ്യോ ദൃഷ്ടകർമ്മ ശുചിർഭിഷക്. അതായത് ഒരു നല്ല ഡോക്ടർ അല്ലെങ്കിൽ നല്ല വൈദ്യന് 4 പ്രധാന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സാമർഥ്യവും കാര്യശേഷിയും ജാഗ്രതയുമുള്ളവൻ, ശാസ്ത്രങ്ങളുടെ അർത്ഥം ഗുരുവിൽ നിന്നും വ്യക്തമായി പഠിച്ചറിഞ്ഞവൻ, പ്രായോഗിക പരിചയസമ്പന്നമുള്ളവൻ, ശരീരത്തിലും മനസ്സിലും ശുചിത്വമുള്ളവൻ. അടുത്തത് ഔഷധ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് ദ മെഡിസിൻ ആണ്. ബഹുകൽപ്പം ബഹുഗുണം സമ്പന്നം യോഗ്യ ഔഷധം. അതായത് ഉത്തമമായ ഔഷധങ്ങൾക്ക് 4 ഗുണങ്ങൾ വേണം. കഷായം, ചൂർണം, തൈലം എന്നിങ്ങനെ പല രൂപങ്ങളിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും ധാരാളം രോഗശാന്തി ഗുണങ്ങൾ അടങ്ങിയതും ശരിയായ വീര്യവും ഗുണമേന്മയുള്ളതും നിർദ്ദിഷ്ടമായ രോഗത്തിന് അനുയോജ്യമായതുമായിരിക്കണം. അടുത്തത് പരിചാരക ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് നേഴ്സ് ഓർ അറ്റൻഡർ. അനുരക്തഃ ശുചിർദക്ഷോ ബുദ്ധിമാൻ പരിചാരകഃ. രോഗിയെ പരിചരിക്കുന്നയാൾക്കും 4 ഗുണങ്ങൾ വേണം. രോഗിയോട് അനുകമ്പയും സ്നേഹവുമുള്ളവൻ, ശുചിത്വമുള്ളവൻ, കാര്യപ്രാപ്തിയും ഉണർവുമുള്ളവൻ, സമയോചിതമായി പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയുള്ളവനുമായിരിക്കണം. അടുത്തത് രോഗിയുടെ ഗുണങ്ങളാണ്. ശ്ലോകം: ആഠ്യോ രോഗി ഭിഷഗ്വേശ്യോ ജ്ഞാപകഃ സത്വവാനഭി. അതായത് 4 ഗുണങ്ങൾ രോഗിക്കും വേണം. അതായത് ചികിത്സാ ചെലവുകൾ വഹിക്കുവാൻ ശേഷിയുള്ളവൻ, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നവൻ, രോഗലക്ഷണങ്ങൾ കൃത്യമായി ഡോക്ടറെ ഓർത്തെടുത്ത് പറയുവാൻ സാധിക്കുന്നവൻ, രോഗവും ചികിത്സയും സഹിക്കുവാനുള്ള മനോധൈര്യം ഉള്ളവനായിരിക്കണം. രോഗങ്ങളുടെ വർഗീകരണം നമുക്ക് നോക്കാം. ശ്ലോകം: സാധ്യോ അസാധ്യ ഇതി വ്യാധിർ ദ്വിവിധാതൗതു പുനർദ്വിധ സുസാധ്യഃ കൃച്ഛ്രസാധ്യശ്ച യാഭ്യോ യശ്ചാനുപക്രമഃ. അതായത് രോഗങ്ങൾ പ്രധാനമായും സാധ്യം ക്യൂറബിൾ ആയിരിക്കും, ഇൻക്യൂറബിൾ ആയിരിക്കും എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. സാധ്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂറബിൾ ഡിസീസസ് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നവയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് മാറ്റുന്നവയാണ് കൃച്ഛ്രസാധ്യവും. അസാധ്യ രോഗങ്ങൾ അതായത് ഇൻക്യൂറബിൾ ഡിസീസ് ആണ്. ഒന്നാമത്തേത് യാപ്യ, മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് അനുപക്രമം, അതായത് ഒരു ചികിത്സ കൊണ്ടും മാറ്റാൻ കഴിയാത്തതുമാണിവ. അടുത്തത് സുസാധ്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് ഈസിലി ക്യൂറബിൾ ഡിസീസസ്. ശ്ലോകം: സർവൌഷധ ക്ഷമേ ദേഹേ യൂനഃ പുംസോ ജിതാത്മനഃ അമർമ്മഗോ അല്പഹേത്വ അർത്ഥരൂപരൂപീ അനുപദ്രവഃ അതുല്യദൂഷദേർഷത്തു പ്രകൃതി പാദസമ്പതി ഗ്രഹേശവ അനുഗുഹേഷണവ വേദദോഷഹേ മാർഗോ നവഃ സുഖഃ. അതായത് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ. സർവൌഷധ ദേഹം, രോഗിയുടെ ശരീരം എല്ലാത്തരം ഔഷധങ്ങളും സഹിക്കാൻ ശേഷിയുള്ളതായിരിക്കുക. രോഗി ചെറുപ്പക്കാരനായ പുരുഷനായിരിക്കുക. ഇന്ദ്രിയ നിഗ്രഹം ഉള്ള വ്യക്തിയായിരിക്കുക. ഹൃദയം, മസ്തിഷ്കം, വൃക്കകൾ തുടങ്ങിയ അവയവങ്ങൾ ഉള്ളവനായിരിക്കുക.
ഹൃദയം, മസ്തിഷ്കം, വൃക്കങ്ങൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളെ ബാധിക്കാത്ത രോഗവുമായിരിക്കണം. രോഗകാരണങ്ങളും ലക്ഷണങ്ങളും ലളിതമായിരിക്കണം. ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കുക, കോംപ്ലിക്കേഷൻസ്. ദോഷം, ധാതു, വാസസ്ഥലം, ഋതു, ശരീരപ്രകൃതി എന്നിവ ഒരേ സ്വഭാവമുള്ള ആകാതിരിക്കുക. ചികിത്സാ ചതുഷ്പാദയങ്ങളുടെ അതായത് വൈദ്യൻ, ഔഷധം, പരിചാരകൻ, രോഗി 16 ഗുണങ്ങളും തികഞ്ഞിരിക്കുക. ഗ്രഹനില അനുകൂലമായിരിക്കുക. ഒരു ദോഷം കൊണ്ട് മാത്രം ഉണ്ടായത്, ഒരു രോഗമാർഗത്തെ മാത്രം ബാധിച്ചത്, പുതിയതായി തുടങ്ങിയത്, ആരംഭഘട്ടം എന്നിവയായിരിക്കുക. അടുത്തത് കൃച്ഛ്രസാധ്യ അല്ലെങ്കിൽ വ്യാപ്യ അസാധ്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ശ്ലോകം. ശാസ്ത്രാദി സാധനഃ കൃച്ഛ്രസങ്കരേ ച തതോ ഗതഃ ശേഷത്വാദ യൂഷോ യാപ്യഃ പഥ്യാഭ്യാസാദിപര്യേ അനുപക്രമ ഏവ സ്വാസ്ഥ്യസ്ഥിതോ അത്യന്ത വിപര്യേ ഔത്സുക്യമോഹാരധികൃത് ദൃഷ്ടരഷ്ടോ അക്ഷനാശനഃ. അതായത് ശസ്ത്രക്രിയ, ക്ഷാരം തുടങ്ങിയവ ആവശ്യമായി വരുന്നതും ഒന്നിലധികം ദോഷങ്ങളെ ലക്ഷണങ്ങളോ കലർന്നതുമായ രോഗങ്ങൾ. അടുത്തത് ആയുസിന്റെ ബാക്കി ഉള്ളതുകൊണ്ട് മാത്രം രോഗി ജീവിച്ചിരിക്കുന്നതും പഥ്യാഹാരങ്ങളും മരുന്നുകളും കഴിക്കുന്നിടത്തോളം മാത്രം നിയന്ത്രണത്തിലാകുന്നതുമായ രോഗങ്ങൾ. സുസാധ്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾക്ക് തികച്ചും വിപരീതമായവ, അമിതമായവ, ആകുലത, മോഹം, അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്നവ, മരണലക്ഷണങ്ങൾക്ക് അതായത് അരിഷ്ട ലക്ഷണങ്ങൾ കാണിക്കുന്നവ, ഇന്ദ്രിയശേഷി പൂർണ്ണമായും നശിപ്പിക്കുന്നവ എന്നിവ ഒരു ചികിത്സയും കൊണ്ടും മാറ്റുവാൻ സാധിക്കില്ല. അടുത്തത് ഉപേക്ഷിക്കേണ്ട രോഗികൾ, പേഷ്യൻ്റ് വർത്ത് റിജക്ഷൻ. തെജോദാർത്ഥം ബിഷക് ഭൂപൈർദിഷ്ടം തേഷാം ദ്വിഷം ദിശം മാതിരഃ ഹീനോപകരണം വ്യഗ്രമവിധേയം ഗതായുഷ്മേ ചണ്ഡം ശോകാതുരം ഭീരും കൃതജ്ഞം വൈദ്യമാനിനം. അതായത് താഴെ പറയുന്ന സ്വഭാവമുള്ള രോഗികളെ വൈദ്യന്മാർ ചികിത്സിക്കാതെ ഒഴിവാക്കേണ്ടതാണ്. വൈദ്യനെയോ രാജാവിനെയോ വെറുക്കുന്നവൻ അല്ലെങ്കിൽ അവരാൽ വെറുക്കപ്പെട്ടവൻ, സ്വന്തം ജീവിതാഭിലാഷങ്ങൾ നഷ്ടപ്പെട്ട് സ്വയം വെറുക്കുന്നവൻ, ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികമോ മറ്റ് സൗകര്യങ്ങളോ അതായത് ഉപകരണങ്ങൾ ഇല്ലാത്തവൻ, ചികിത്സയിൽ ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ, വൈദ്യന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവൻ, ആയുസ് ഒടുങ്ങാത്തവൻ, അമിത കോപമുള്ളവൻ, അമിത ദുഃഖമുള്ളവൻ, ഭീരു, നന്ദിയില്ലാത്തവൻ, താൻ ഒരു വലിയ വൈദ്യനാണെന്ന് നടിക്കുന്നവൻ, സ്വയം ചികിത്സിക്കുവാൻ തുനിയുന്നവൻ. അടുത്തത് ഉള്ളത് അഷ്ടാംഗ ഹൃദയത്തിലെ കുറച്ച് സ്ഥാനങ്ങളും അവയിൽ എന്തൊക്കെ പഠിക്കുവാനുള്ളതും എന്നാണ്. അപ്പോൾ ഇതാണ് അഷ്ടാംഗ ഹൃദയത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ള ശ്ലോകങ്ങളും അതിൻ്റെ മീനിങ്ങുകളും. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. നന്ദി, നമസ്കാരം.